ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചാണ് പറയുന്നത്. 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥമാണ് ഭാഗവതം. 18,000 ശ്ലോകങ്ങളും 335 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളുമാകുന്ന കരചരണാദി അവയവങ്ങളോടും ഉപ അവയവങ്ങളോടും കൂടിയ പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. സ്വർഗാരോഹണ സമയത്ത് ഭഗവാൻ തന്നെ ഉദ്ധവരെ അറിയിച്ചത് സർവപ്രകാശമായ തൻ്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ സ്ഥാപിച്ചിരിക്കുന്നുവെന്നാണ്. ഭാഗവതവും ശ്രീകൃഷ്ണനും രണ്ടല്ല എന്നതിനാൽ ഭാഗവത ദർശനം ശ്രീകൃഷ്ണ ദർശനവും പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഭാഗവത ആസ്വാദനം ശ്രീകൃഷ്ണ അനുഭൂതി ഉളവാക്കുന്നതാണ്. മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും, ബ്രഹ്മാവിൽ നിന്ന് സനകാദികളും, സനകാദികളിൽ നിന്ന് നാരദനും, നാരദനിൽ നിന്ന് വ്യാസഭഗവാനും ഗ്രഹിച്ച ഭാഗവത ധർമ്മം വ്യാസപുത്രനും ശിഷ്യനുമായ ശ്രീശുക മഹർഷി ശാപഗ്രസ്തനായ പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം കൊണ്ട് ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹത്തെ ജീവൻ മുക്തനാക്കി. അതുപോലെ എല്ലാ ജീവരാശികൾക്കും രക്ഷ പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന അമൃതമാണ് ശ്രീമദ് ഭാഗവതം. ഇത് വിശിഷ്ടമായ ജ്ഞാനയജ്ഞമാണ്. ശ്രീമദ് ഭാഗവത പാരായണം ദിവസവും ആചരിക്കേണ്ട മഹൽ കർമ്മമാണ്. യോഗ തപസാദികളാൽ സിദ്ധിക്കുന്ന ഫലം ഭാഗവത പാരായണം കൊണ്ട് ശ്രവണം കൊണ്ട് സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. വേദമന്ത്രാർത്ഥ പരബ്രഹ്മസ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു വാക്കെങ്കിലും അർത്ഥമറിയാതെയെങ്കിലും ശ്രവിച്ചാൽ സദ്യോ സൽഫലപ്രദമെന്നാണ് പറയുന്നത്. അപ്പോൾ അർത്ഥമറിഞ്ഞ് അത് പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് എത്ര ഫലപ്രദമാണെന്ന് പ്രത്യേകം നമുക്ക് പറയേണ്ടതില്ല. ഭാഗവതം ശ്രവിക്കുക, അർത്ഥം ചിന്തിക്കുക, ധ്യാനിക്കുക, കീർത്തിക്കുക എന്നതാണ് ഭാഗവത കഥാശ്രവണത്തെപ്പറ്റി പറയുന്നത്. സർവപുരുഷാർത്ഥങ്ങളെയും സമ്പാദിക്കുവാൻ ഭാഗവത ശ്രവണം ഒന്നു മാത്രമെന്നാണ് പറയപ്പെടുന്നത്. ഹരേ കൃഷ്ണ.